നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്താൻ കറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഫുൾ സ്ലീവിൻ്റെ ഡെപ്ത് ആയിട്ട് കാണാൻ ചോദിക്കുന്നത്. ഫുൾ സ്ലീവ് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 12+1. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ചെസ്റ്റ് റൗണ്ട് 37 എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഡിവൈഡഡ് 12+1 ഇത് എത്ര ആണോ കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് കണ്ട് 37 ഡിവൈഡഡ് 12+1 അപ്പോൾ എത്ര 4.08. അപ്പോൾ നമുക്കിത് 4 ആക്കി ചെയ്താൽ മതി. 4 എടുത്താൽ മതി. 0.8. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഡെപ്ത് 0.4 എടുക്കാം. 4 ഇടാണ് വേണ്ടത്. അവിടെ 4 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുക. ഇങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വരച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ട് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഏതാണോ എന്നാണ്. അപ്പം നമ്മൾ ആം റൗണ്ട് എത്ര ആണോ ഇത് കറക്റ്റ് എത്ര വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 അട്ടക്കൊന്ന് മെഷർമെന്റ് ചെയ്ത് നോക്കാം. മെഷർമെന്റ് എടുക്കണ്ടേ ബാക്ക് പാർട്ട് എടുക്കണം. ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ച് വിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇവിടെ കറക്റ്റ് ഒരു 10 കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് 10 ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നേരെ വരക്കുമ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഞാനിവിടെ എനിക്ക് 10 കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 9 പോയിന്റ് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് 1 ഇഞ്ച് കുറച്ചിട്ട് ഇവിടുന്നാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിന്റ് നേരെ ഇങ്ങനെ വരച്ചത്. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഈ ഇവിടുന്ന് ഇവിടെ തൊട്ടുള്ള സെൻറ്റർ പോയിന്റ് എവിടെയാണ്, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഗതി അല്ലാത്ത ഇവിടുന്ന് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെറിയൊരു കിട്ടും. അങ്ങനെ ഇട്ടരുത്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പോയിന്റ് കൂടെ ഇങ്ങനെ വിട്ടു. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ആം ഹോൾ കയറില്ലേ, ആം ഹോൾ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണോ വെട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ വെച്ചെടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇങ്ങനെ വെട്ടാം. പിന്നെ ഇങ്ങനെ വെട്ടാം. ഇത്ര പണിയുള്ളൂ സ്ലീവിൻ്റെ. പിന്നെ നമുക്ക് വേണ്ട ലെങ്ത്തും ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഫുൾ സ്ലീവിൻ്റെ എത്രയാണ് ചെയ്യുന്നത്. ഇനി 3/4 സ്ലീവ് ഞാൻ ഇവിടെ 3/4 സ്ലീവാണ് ടാറ്റ ചെയ്തത്. ഇനി 3/4 സ്ലീവിൻ്റെ മെഷർമെന്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3/4 സ്ലീവ് നമ്മൾ ചെയ്യുമ്പോൾ ഡെപ്ത് കാണാനാട്ടോ അപ്പം ഞാൻ പറഞ്ഞത്. 3/4 സ്ലീവ് ഇപ്പം ചെസ്റ്റ് റൗണ്ട് ഒരു മിനിറ്റ്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് 12+0.75 ഇത് വെച്ചിട്ടാണ് ചെയ്യല്. ഇതിൻ്റെ ഡെപ്ത് കാണാനത് ഇപ്പം ഒന്ന് തന്നെയാണ്. ഞാൻ അറിയില്ല എന്ന് പറയരുത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കാര്യം ഞങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഇതല്ല ഇനിയും കുറേ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.